ഇപ്പോൾ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ ഏതെങ്കിലും ഒരു മുജാഹിദ് സമ്മേളനത്തിന്റെ വേദിയിൽ നിന്നോ ഏതെങ്കിലും ഒരു ഇസ്ലാം മത പ്രഭാഷണ വേദിയിൽ നിന്നോ ഉള്ള ദൃശ്യങ്ങളല്ല നിങ്ങൾ കണ്ടത്. ഒരു സർക്കാർ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത ചടങ്ങാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം നഗരസഭയിലെ 43-ാം വാർഡില് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെയും ഉടമസ്ഥതയിലുള്ള സംസ്ഥാന സർക്കാർ സഹകരണത്തോടുകൂടി നടത്തുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ 2018 മുതൽ രാജ്യത്ത് തുടങ്ങുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. അതിന്റെ ശാഖയാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടന്നത്. കായംകുളം നഗരസഭയിലെ 43-ാം വാർഡിലാണ് ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായത്. ഈ നഗരസഭ ഭരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ CPIM ആണ്. എന്ന് മാത്രമല്ല, അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി CPIM നേതാവ് കൂടിയായ ശ്രീമാൻ സജി ചെറിയാനായിരുന്നു. അതിന്റെ അധ്യക്ഷയായിട്ടുള്ളത് സ്ഥലം MLA CPIMന്റെ ജില്ലാ സെക്രട്ടറി അംഗവുമായ ശ്രീമതി പ്രതിഭയായിരുന്നു. അപ്പൊ അങ്ങനെ CPIM നേതൃത്വം നൽകുന്ന നഗരസഭയും CPIMന്റെ നേതാക്കന്മാരും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിന്റെയും ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. ആ പ്രത്യേകത ഈ 43-ാം വാർഡ് ഭരിക്കുന്നത് അല്ല അവിടുത്തെ മെമ്പർ മുസ്ലിം ലീഗ് ആണ് എന്ന് മാത്രമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിം ലീഗ് വിജയിച്ച വാർഡിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സ്ഥാനമൊന്നുമില്ലേ? അത് വളരെ ശരിയത്ത് നിയമമാണോ നടപ്പാക്കിയിട്ടുള്ളത്? എന്തിനാണ് ഒരു സർക്കാർ പരിപാടിയിൽ ഇത്തരത്തില് ഒരു മത ചടങ്ങ് നടത്തിയത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. ഇത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. ഭരണഘടനാ കുന്തവും കുടച്ചവും ഒക്കെയാണ് എന്ന് പറയുന്ന അഭിപ്രായമുള്ള മന്ത്രി ആയതുകൊണ്ടാണോ ഭരണഘടനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ആ ചടങ്ങിൽ കൊടുക്കാത്തത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് ചാലിശ്ശേരി തങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രാർത്ഥനാ ചടങ്ങ് നടന്നത്. ഞാൻ ചില മുസ്ലിം സഹോദരന്മാരോട് സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞത്, ഇതിന് റാത്തീബ് ദുആ മജ്ലിസ്, റാത്തീബ് പ്രാർത്ഥന അല്ലെങ്കിൽ ദുആ മജ്ലിസ്, സാങ്കേതികമായി തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ വ്യവഹാര പദങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അവിടെ റാത്തീബ് ചടങ്ങ് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഉടമസ്ഥതയിൽ വരുന്ന ഒരു സ്ഥാപനത്തിൽ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങ് നടത്തുകയും അതിന് മതേതരത്വം എന്നുള്ളത് വലിയ വായിൽ പുരപ്പുറത്ത് കയറുമെന്ന് പറയുന്ന CPIMന്റെ നേതാക്കന്മാർ ഒത്താശ ചെയ്തു കൊടുത്തതും എന്നും അറിയാൻ താല്പര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയാണ് ഭാരതത്തിൽ നിയമ സംവിധാനത്തിലേക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ഭരണഘടനാനുസൃതമായാണ് സർക്കാർ പരിപാടികൾ നടത്തേണ്ടത് എന്നാണ് നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ കായംകുളം നഗരസഭയിൽ ശരിയത്ത് നിയമമാണോ നടപ്പാക്കാൻ ലീഗ് ഉദ്ദേശിക്കുന്നത്? അതിന് CPIM പുറത്തിരിക്കുകയാണോ? ഇതേപ്പറ്റി സംസ്ഥാന സർക്കാർ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ വിശദീകരണം നൽകണം. കാരണം ഇത് ഇന്ത്യയെ പോലെയുള്ള ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത തരം ഒരു ചടങ്ങാണിത്. അവിടെ മുസ്ലിം ജനസംഖ്യ കൂടുതലുണ്ട് 43-ാം വാർഡിൽ. സാങ്കേതികമായി അത് ശരിയാണ്. അങ്ങനെ അതാത് ഡെമോഗ്രാഫിയുടെ അടിസ്ഥാനത്തിലാണോ ഇന്ത്യയിലെ കാര്യങ്ങളിലേക്ക് നടത്തേണ്ടത്? പൊതുഖജനാവിന്റെ പണം ചെലവഴിച്ച് നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ മതപരമായ ചടങ്ങുകൾ നടത്തുന്ന പതിവ് സംസ്ഥാന സർക്കാരിനുണ്ടോ? അതോ പ്രത്യേക മതവിഭാഗം എന്ന എന്തെങ്കിലും പരിഗണന കായംകുളത്തോ സംസ്ഥാനത്തോ മുസ്ലിം മതവിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ടോ? മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാക്രമങ്ങളോട് ഇതാണോ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നൊക്കെയാണ് മതേതര കേരളം എന്ന് പുകഴ്പെറ്റ അല്ലെങ്കിൽ നാം ഒക്കെ അഭിമാനിക്കുന്ന കേരളം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സാംസ്കാരിക കേരളത്തിന് മാത്രമല്ല ഏതൊരു പുരോഗമന ജനാധിപത്യ സമൂഹത്തിനും അപമാനകരമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സന്ദീപ് വചസ്പതി, താങ്കൾ ചെറുപ്പമാണ്. താങ്കൾക്ക് രാഷ്ട്രീയമുണ്ട്. താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരണമെന്നും അതിലൂടെ താങ്കൾക്കും താങ്കൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനും ഭരണ നേട്ടങ്ങളും അധികാരവും ലഭിക്കണമെന്നുമൊക്കെ ആഗ്രഹമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒന്നോർക്കണം, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അതുപോലെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി നിങ്ങൾ നിർവഹിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നിങ്ങളൊരു സമൂഹത്തിൽ അറിഞ്ഞുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കി തന്നെ ഭിന്നതയും വെറുപ്പും തമ്മിൽ തല്ലിക്കാനും മനുഷ്യർക്കിടയിൽ വിദ്വേഷം വളർത്താനും ശ്രമിച്ചാൽ ഒരുപക്ഷെ അങ്ങനെ ശ്രമിച്ചു വിജയിക്കുന്ന കുറച്ചുപേരുടെ കഥകളായിരിക്കും നിങ്ങൾക്ക് ആവേശം നൽകുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പരീക്ഷണം കഠിനമാണ്. തലമുറകളെ തന്നെ അത് നശിപ്പിച്ചേക്കും. ചിലപ്പോൾ ചിലതൊക്കെ നേടുമ്പോൾ അനുഭവിക്കാൻ നമുക്ക് യോഗമില്ലാതെയും വരും. അതൊക്കെ ദൈവനിശ്ചയമാണ്. അതുകൊണ്ട് അത്തരം ദൈവവിശ്വാസങ്ങൾ കൂടി ഹൃദയത്തിൽ ഉൾക്കൊണ്ടു വേണം ഏതൊരു വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കാൻ. സത്യത്തെ സത്യമായി പറയണം,
സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലും ചുറ്റുപാടുകളിലും നടക്കുന്ന വസ്തുതകളായി കാണണം. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാം, പക്ഷേ അതിനപ്പുറത്ത് ഒരു സമൂഹത്തെ ഭിന്നിപ്പിക്കാനും വിദ്വേഷം പടർത്താനും നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് തന്നെ വിനാശകരമാകാതിരിക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും വേണം. എൻ്റെ പ്രദേശത്തിനടുത്തുള്ള കായംകുളത്ത് ഒരു സർക്കാർ കെട്ടിടത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലൊക്കെ ചെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ സംഘടിപ്പിച്ച റാത്തീബ് നടന്നു എന്ന പേരിൽ നിങ്ങളൊരു പത്രസമ്മേളനത്തിലൂടെ ഒട്ടും യാഥാർത്ഥ്യമല്ലാത്ത ഒരു സംഭവം പുറത്തുവിടുകയുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങൾ ഇതാണ്, അതൊന്ന് കാണാം. പ്രിയപ്പെട്ടവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ വളരെ ഹൈറാക്കി കൊടുക്കണേ, സന്തോഷകരമാക്കണേ. കയ്യബദ്ധങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നിലും വരുത്തല്ല. കൈപുണ്യങ്ങളെ ഹബ്ബേ നല്ല നിലക്ക് എല്ലാ വിരുന്നുകളും അതിനെ ഹബ്ബേ പരിപൂർണമായി അനുയോജ്യമാക്കി കൊടുക്കണേ. എല്ലാം വിജയകരമാക്കി കൊടുക്കണേ. ഒന്നിനും പരാജയം നൽകല്ല റബ്ബേ. എല്ലാം കൊണ്ട് സന്തോഷകരമായ അവസ്ഥയിൽ എത്തിക്കണേ. റബ്ബേ രോഗികൾക്കെല്ലാം സമരം നൽകപ്പെടുന്ന റബ്ബേ നല്ല പരിശോധന നൽകപ്പെടുന്ന എല്ലാം വിജയകരമായ റബ്ബേ എല്ലാ നിലക്കും നീ ഏറ്റെടുക്കുന്ന റബ്ബേ ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ പൊരുത്തമുള്ള നല്ല സ്ഥാപനമാക്കണേ. അതിനൊക്കെ വേണ്ട പ്രവർത്തനങ്ങൾ വേണ്ട രൂപത്തിലെല്ലാം ചെയ്ത് റബ്ബേ രോഗികൾക്കെല്ലാം തൃപ്തിപ്പെട്ട് റബ്ബേ എല്ലാ തരത്തിലും റബ്ബേ വിജയം നൽകണേ. ഒരു തരത്തിലും പരാജയം വരുത്തല്ല. ഞങ്ങൾ ഓതിയതെല്ലാം മഹത്വത്തിൽ എത്തിച്ചവരെ നൽകണേ. റബ്ബേ ഞങ്ങൾ ഒട്ടുപിരിയപ്പെട്ട എല്ലാവർക്കും പുറത്തു കൊടുക്കണേ. ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ കാരണക്കാരായ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കാക്ക് നീ പുറത്തു കൊടുക്കണേ. ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ പ്രത്യേകം ഇതിന്റെ ഉദ്ഘാടനങ്ങൾ ഞങ്ങളോട് കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കുന്ന നൗസർ നവാസ് സാഹിബ് അവർക്ക് എല്ലാ ഹൈറും ഇതിന്റെ പിന്നിലൂടെ ലക്ഷ്യം വെച്ച എല്ലാ ലക്ഷ്യങ്ങളും ഹൈറായ നിലക്കാക്കണേ. ഒരു പരാജയവും നൽകല്ല. കുടുംബത്തിനും എന്നും സമാധാന സന്തോഷം നൽകണേ. വരുന്നവർക്കെല്ലാം സമാധാന സന്തോഷം നൽകണേ. അന്മറിഞ്ഞവർക്ക് കൊടുത്തുകൊടുക്കണേ. പെടുന്നനെയുള്ള മരണങ്ങൾ കാക്കണേ. ആഫിയത്തും നൽകണേ. ഒരു ബാധ്യതകളില്ലാതെ എല്ലാം നീ ഏറ്റെടുത്ത് റാഹത്താക്കണേ. എല്ലാ ഹൈറിന്റെ വഴികളും തുറക്കണേ. എല്ലാ ഷർറിൽ നിന്നും അകറ്റണേ. നന്മക്കും ഭാഗ്യം നൽകണേ. സർവ്വ തിന്മകളിൽ നിന്നും മാറ്റണേ. വന്ന അപാകതകളുടെ ജീവിതത്തിൽ വന്നതെല്ലാം ഞങ്ങൾക്കെല്ലാം കൊടുക്കണേ. ജീവിതം നിന്റെ ത്വായത്തിലാക്കി തരണേ. അതുകൊണ്ടുള്ള ലക്ഷ്യം വെച്ച ലക്ഷ്യങ്ങൾ ഹൈറിലാക്കി റബ്ബേ വേണ്ട എല്ലാ വിജയങ്ങളും എത്തിക്കണേ. ഇത് കായംകുളം ഐക്യ ജംഗ്ഷൻ എന്ന് പറയുന്ന ആ ജംഗ്ഷനിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടതിൻ്റെ 1ാമത്തെ വാർഷികമായിരുന്നു. മരണപ്പെട്ട ആളിൻ്റെ പേര് കൊച്ചുതെക്കതിൽ പൂക്കുഞ്ഞ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായി കുറച്ച് ഉസ്താദന്മാർ വന്നു. അതിൻ്റെ തൊട്ട് മുൻവശത്താണ് ഈ ആരോഗ്യ കേന്ദ്രം. ഈ ആരോഗ്യ കേന്ദ്രം മുഖ്യമന്ത്രി പണ്ട് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തതാണ്. അവിടെ വെൽനസ് ക്ലിനിക് എന്ന പേരിൽ ഒരു ക്ലിനിക്ക് 3 മണിക്കോ മറ്റോ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പോകുന്നു. ഇതിൻ്റെ അങ്കണത്തിലാണ് ഈ മരണപ്പെട്ട വീട്ടിലേക്ക് വന്ന വാഹനങ്ങളും അത്തരം സംഗതികളുമൊക്കെയായി ആളുകൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ മരണപ്പെട്ട ആളിൻ്റെ മകൻ സുനീറെന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, അയാൾ ഉൾപ്പെടെ ഇവരെ യാത്രയാക്കാനായി അവിടെ എത്തിയപ്പോൾ കൂട്ടത്തിലുള്ള ആരോ പറഞ്ഞു, ഇങ്ങനൊരു ആരോഗ്യ കേന്ദ്രം ഇവിടെ തുറക്കാൻ പോവുകയാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഉസ്താദുമാർ അവിടെ ഈ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ മടങ്ങി. ഇതാണ് അവിടെ ഉണ്ടായ സംഭവം. ഈ പ്രാർത്ഥനയുടെ ദൃശ്യങ്ങളെയാണ് അവിടെ ആസൂത്രിതമായി ആരോ റാത്തീബ് നടത്തി മുസ്ലിങ്ങൾ എന്തോ ചെയ്തു, പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന തരത്തിൽ പച്ചക്കള്ളവും വിദ്വേഷവും മലയാളമറിയാവുന്ന ആ ചുറ്റുപാടുകൾ അറിയാവുന്ന ആർക്കും ബോധ്യമാകുന്ന സത്യത്തെ നിങ്ങൾ വക്രീകരിച്ച് പത്രസമ്മേളനം നടത്തിയത്. റാത്തീബും മൗലൂദും അല്ലെങ്കിൽ അതുപോലെയുള്ള ചടങ്ങുകളൊക്കെ വിശ്വാസികളായ കുറച്ച് ആളുകൾ നടത്താറുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ എല്ലാവരും അത് ചെയ്യാറില്ല. അത് വലിയ സാമ്പത്തിക മുടക്കുള്ള ഒരുപാട് ആളുകളെയൊക്കെ വിളിച്ച് ലക്ഷങ്ങൾ ചിലവാക്കി ഒക്കെ നടത്തുന്ന പരിപാടികളാണ്. ഇതൊരു മരണവീട്ടിൽ
അതിൻ്റെ ആണ്ടിന് അല്ലെങ്കിൽ വാർഷികത്തിന് വന്നപ്പോൾ ഇവരോട് പറഞ്ഞു, അങ്ങനെ അവരവിടെ കയറി നന്മയ്ക്ക് വേണ്ടി അവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിച്ചു മടങ്ങി. ഇത്രയും ഒരു സംഭവമേ ഉള്ളൂ. ഈ സംഭവത്തെയാണ് ഇദ്ദേഹം ഇങ്ങനെ പ്രചരിപ്പിച്ചത്. ഇത് കേരളത്തിൽ ഒരു പുതുമയുള്ള സംഭവമാണോ? പരസ്പരം വിശ്വസിക്കുന്ന മലയാളികളായ മനുഷ്യർ ഇതുപോലെയുള്ള എന്തെല്ലാം കാഴ്ചകൾക്ക് സാക്ഷിയായിരിക്കുന്നു. വ്യക്തിപരമായി നമ്മുടെ വീട്ടിൽ പഴനിക്ക് പോകാൻ വരുന്നവർ, അവർ നമ്മളെന്തെങ്കിലും കാശോ സഹായമോ കൊടുക്കുമ്പോൾ അതിലുള്ള ഭസ്മം ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ തരും, ചിലർ നാവ് നീട്ടി നാക്കിൽ വെച്ച് തരാമെന്ന് പറയും, മറ്റു ചിലർ നെറ്റിയിൽ തൂക്കും. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ സംഗതികളുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ ഒക്കെ വ്യത്യസ്ത തരം കൃത്രിമ ഉപഗ്രഹങ്ങളും അതുപോലെ തന്നെ റോക്കറ്റുമൊക്കെ വിക്ഷേപിക്കുമ്പോൾ അവിടെ ഹൈന്ദവാചാരപ്രകാരം എവിടെയെല്ലാം പ്രാർത്ഥനകൾ നടക്കുന്നു. പൊതുസ്ഥലങ്ങൾ പലയിടങ്ങളിലും കല്ലിടുമ്പോൾ ഭൂമി പൂജ നടത്താറില്ലേ കോൺട്രാക്ടർമാർ? അവരുടെ വിശ്വാസമനുസരിച്ച് സർക്കാരിൻ്റെ പൊതുപണം ഉപയോഗിച്ച് പണിയുന്ന കെട്ടിടത്തിന് ഭൂമി പൂജ നടത്താറുണ്ട്. ഉദ്ഘാടനത്തിന് മുമ്പ് പൂജ നടത്താറുണ്ട്. കേരളത്തിലെ ഏതെല്ലാം വ്യവസായ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പൂജവെപ്പും പൂജയെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഹൈന്ദവ വിശ്വാസത്തിലുള്ള പ്രാർത്ഥനകൾ നടക്കുന്നു. എന്തിന്? ഇന്ത്യൻ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ അംശവടിയേന്തി മുന്നേ നടന്ന സന്യാസി വര്യൻ്റെ പുറകിലാണ് ജനാധിപത്യം നടന്നത്. അതിന് നമ്മൾ സാക്ഷിയായവരല്ലേ? അങ്ങനെ എവിടെയെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പലയിടത്തും നടക്കുന്നു. ഇവിടുത്തെ പോലെ സാന്ദർഭികമായി നടന്ന എന്തെങ്കിലും പ്രാർത്ഥനകൾക്കപ്പുറത്ത് ആസൂത്രിതമായി സർക്കാർ പണം അതിനുവേണ്ടി ചിലവഴിച്ച് അങ്ങനെ കൊണ്ടുവന്ന് ആയുധപൂജയും അതുപോലെയുള്ള സംഗതികളുമൊക്കെ എവിടെയെല്ലാം നടത്തുന്നു. അതാരെങ്കിലും വിദ്വേഷവും വെറുപ്പുമായി പ്രചരിപ്പിക്കാറുണ്ടോ? കേരളത്തിൽ അതൊക്കെ ഒരു സ്വാഭാവിക കാഴ്ചയല്ലേ? വ്യക്തിപരമായി രാഹുകാലം നോക്കുന്നവർ, കട്ടളവെപ്പ് നടത്തുന്നവർ, കല്ലിടിയിൽ നടത്തുന്നവർ ഏതെല്ലാം സമുദായങ്ങളിലുണ്ട്? ഏതെല്ലാം ആശുപത്രികളിൽ, ഏതെല്ലാം അതുപോലെയുള്ള ഇടങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രാർത്ഥനകൾ പല രൂപത്തിലും ഭാവത്തിലും നടക്കുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ആരോ അവിടെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോൾ നടന്ന ഒരു പ്രാർത്ഥനയെ ഒരു ആസൂത്രിത സംഭവമായി പ്രചരിപ്പിക്കാൻ താങ്കൾക്ക് ലജ്ജയില്ലേ? താങ്കൾക്ക് നാണമില്ലേ? താങ്കൾ ജനിച്ചു വരുന്ന ചുറ്റുപാടിലും താങ്കളുടെ മാതാപിതാക്കൾ ജീവിച്ച ഇടങ്ങളിലൊന്നും ബാക്കിയുള്ള സഹോദര സമുദായങ്ങളുടെ ആഘോഷങ്ങളോ ആചാരങ്ങളോ അല്ലെങ്കിൽ തിരിച്ചും മറിച്ചുമൊക്കെ ഒരു പ്രക്രിയയ്ക്ക് നിങ്ങൾ സാക്ഷിയായിട്ടില്ലേ? എന്തിനാണ് ഇത്തരം വിദ്വേഷങ്ങൾ, ഇത്തരം വെറുപ്പുകൾ ഒരു സമൂഹത്തിൽ പടർത്തി ഭിന്നത സൃഷ്ടിക്കുന്നത്? അത് എത്ര മോശമായി പോയി എന്നതാണൊരു സത്യം. ഒരുപാട് പേർ ഇത് അയച്ചു തന്നിട്ട് നടന്നതാണോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഈ വസ്തുതകൾ ഒക്കെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങളോട് ഇക്കാര്യം പറയേണ്ടി വന്നത്. മണ്ഡലകാലത്ത് റെയിൽവേയിൽ, ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ, എവിടെല്ലാം ഇടങ്ങളിൽ സ്വാമിയെ ശരണമയ്യപ്പോ എന്ന ബോർഡ് വെച്ച്, അതുപോലെ തന്നെ വാഹനങ്ങളിലൊക്കെ ചന്ദനം പൂശി എന്തെല്ലാം വിശ്വാസപരമായ കാര്യങ്ങൾ നടക്കുന്നു. കേരളത്തിലെ എത്രയോ മുസ്ലിം ദേവാലയങ്ങളിൽ അയ്യപ്പന്മാർക്കും വിശ്വാസികൾക്കും ഭക്ഷണം കൊടുക്കുന്ന സൗകര്യങ്ങളും ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാടുകളില്ലേ? അതിന് തൊട്ടടുത്ത് ഓച്ചിറയിൽ ഒരു മസ്ജിദ് കമ്മിറ്റി മുൻകൈയെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികളുമൊക്കെ വാങ്ങി നൽകിയ വാർത്ത നിങ്ങൾ കണ്ടില്ലേ? പ്രളയം വന്ന സമയത്ത് ഏതെല്ലാം പൊതുവിടങ്ങളിൽ, ഏതെല്ലാം ദേവാലയങ്ങളിൽ ആരെല്ലാം പ്രാർത്ഥന നിർവഹിച്ചു? സന്ദീപ് വചസ്പതിമാരുടെ ഈ വിദ്വേഷ പ്രകടനം അവിടെ ആരെങ്കിലും കണ്ടോ? അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ സമൂഹത്തെ ഇത്തരത്തിൽ ഭിന്നിപ്പിക്കരുത്. ഇനി ഉസ്താദന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ കാലത്തെ കൂടി വായിച്ചെടുക്കണം. നിങ്ങൾക്കാരെങ്കിലും പറയുമ്പോൾ പ്രാർത്ഥന നിർവഹിക്കുന്ന പുണ്യവും നന്മയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും അത് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. ഒരുപാട് നല്ല മനുഷ്യരുള്ള സമൂഹത്തിൽ സന്ദീപ് വചസ്പതിമാരും ചിലരെങ്കിലുമൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് മറന്നു പോകരുത്. അതുകൂടി പറയട്ടെ.